അങ്ങനെ സമ്പൂർണ്ണ ബഡ്ജറ്റല്ല, ഇടക്കാല ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഡിസ്കഷനിലേക്ക് പോകുന്നത്. നമ്മുടെ ഡിസ്കഷൻ തന്നെ ബഡ്ജറ്റായിരുന്നു. നമ്മൾ ഇന്നലെ വളരെ പ്ലാനിങ്ങിലായിരുന്നു. ബഡ്ജറ്റിനെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് 2019 ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് തന്നെയായിരുന്നു. അതുപോലെയുള്ള ഒരു മാന്ത്രിക ചെപ്പായിരിക്കും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ തുറക്കുന്നതെന്ന് നമ്മൾ കരുതി. തുറന്നു, പക്ഷെ അത്രത്തോളം വലിയ കാര്യങ്ങളൊന്നുമില്ല. പൂർണ്ണമായും ഇടക്കാല ബഡ്ജറ്റ് തന്നെയാണ്. വരവ് ചെലവുകൾ കാര്യങ്ങളും മാത്രം. പിന്നെ അത്രയും നേരം അവര് പ്രസംഗിച്ചു എന്ന് പറയുന്നത് മുഴുവൻ ഈ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ചാണ്, വികസന പദ്ധതികൾ ഇനി അങ്ങോട്ട് എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ 2047 വികസിത ഭാരതം എന്നുള്ള ഒരു കൺസെപ്റ്റ്, പിന്നെ അതിന്റെ കാര്യങ്ങള്, വികാസ് സബ്കോ ആ ഒരു ഇതുണ്ടല്ലോ, ആ കുറച്ച് മന്ത്രങ്ങളും കാര്യങ്ങളും, അങ്ങനെ ഒരു ഇതിൽ തന്നെയാണ് അത് പോയത്. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞാനടക്കം ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് ഈ സാലറി മേടിക്കുന്നവർക്കൊക്കെ ഇൻകം ടാക്സിൽ എന്തെങ്കിലും ഒരു ഡിഡക്ഷൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഇലക്ഷൻ ആയിട്ടുള്ള ബഡ്ജറ്റ്. അതിലൊരു നിരാശനാണല്ലേ. എങ്കിലും ഈ ടൂറിസം മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലാനുകൾ ഇനി വരാനുണ്ട്. കാരണം ലക്ഷദ്വീപ് ഫോക്കസ് ചെയ്യുന്നു, മാലദ്വീപ് ചൊറിഞ്ഞപ്പോൾ ലക്ഷദ്വീപ് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് ബഡ്ജറ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി വരാൻ പോകുന്നത് വേൾഡ് ടൂറിസം എല്ലാം ലക്ഷദ്വീപ് പോലുള്ള ദ്വീപുകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഇന്ത്യ എന്ന് വെച്ചാൽ പുറത്ത് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അതിന്റെ ആ ഒരു വികസനം, അത് ടൂറിസത്തിന്റെ വികസനം എത്ര കണ്ട് ഫലപ്രാപ്തിയിലേക്ക് വരാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അല്ല. അത് എന്തായാലും G20 ഉച്ചകോടി ഇവിടെ നടന്നപ്പോൾ, G20 അധ്യക്ഷസ്ഥാനം ഇവിടെ വഹിച്ചപ്പോൾ നമ്മൾ 60ഓളം സ്ഥലങ്ങൾ ആ വഴിക്ക് തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അത് തന്നെ ടൂറിസത്തിന് വലിയ നേട്ടം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഈ ടൂറിസം മേഖലയിലോട്ട് കേന്ദ്ര സർക്കാരും അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് ചെലവാക്കുന്നുണ്ട്. ഇപ്പൊ ഈ ബഡ്ജറ്റിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഓരോ ടൂറിസം സ്പോട്ടുകൾ ഏറ്റെടുക്കുന്നതിനെ പറ്റിയൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ അഡ്വാൻറ്റേജ് വരുമ്പോൾ ആ നാടിന് വരുന്ന വികസനം അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വരുന്ന വികസനം വളരെ വലുതായിരിക്കും. ഇനിയിപ്പോ ഇതിനൊരു ഒരു സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ അതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൊരു പ്ലാനുകളൊക്കെ ഉണ്ട്. പ്രൈവറ്റൈസേഷൻ അതിന്റെ കൂടെ തന്നെ ടൂറിസത്തിൽ നടക്കും. എങ്കിൽ പോലും ഇത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പ്ലാൻ കേന്ദ്ര സർക്കാരിന്റെ വക ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നോക്കൂ, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ വികസന കാര്യങ്ങളെല്ലാം വലിയ തോതിൽ വിളിച്ചു പറയുന്ന ഒരു ബഡ്ജറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ 2013 രഘുറാം രാജൻ അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യയുടെ എക്കോണമി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ എക്കോണമിയിൽ ഇന്ത്യ 5ാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ. അപ്പോൾ അത് തന്നെ ഈ ഒരു ഭരണനേട്ടം തന്നെയാണത്. ഒപ്പം ഈ അടിസ്ഥാന സൗകര്യ വികസനം, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തിയിലേക്ക് വന്നത് രണ്ടാമത്തെ മോദി സർക്കാരിലൂടെയാണ്. അപ്പോൾ അതെല്ലാം എടുത്തു പറയുന്ന ഒരു ബഡ്ജറ്റായിരുന്നു. അതെ, ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഹൈവേകൾ മാത്രമല്ല, സാധാരണ വീടുകളിലോട്ടുള്ള വെള്ളം, വൈദ്യുതി കാര്യങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യം അവിടേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു. പിന്നെ ഞാൻ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കണ്ട വളരെ പ്രത്യേകതയുള്ള കാര്യം, റൂഫ് ടോപ്പ് സോളറൈസേഷൻ വഴി 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യം നൽകുകയാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഭയങ്കര മനോഹരമായ ഒരു അപ്രോച്ചായിരുന്നു. നമ്മൾ ഈ സബ്സിഡി എന്നും പറഞ്ഞിട്ട് സർക്കാരിന്റെ ഖജനാവിലെ പൈസ എടുത്ത് കമ്പനികൾക്ക് കൊടുക്കുന്നേക്കാളും ഇങ്ങനത്തെ ഓരോന്ന് സ്ഥിരമായിട്ട് ഉള്ളൊരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെങ്കിൽ, മറ്റേതാകുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു അതിനുള്ള സബ്സിഡി സർക്കാർ നമുക്ക് തരുന്നു. കേരളത്തിലില്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അതിന് പകരം അവർക്ക് സ്ഥിരമായിട്ട് തന്നെയാണ് ആ ഒരു വൈദ്യുതി ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ടൂറിസത്തിലേക്ക് തന്നെ വീണ്ടും പോവാണ്. ടൂറിസത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 5 എയർപോർട്ട് ഉള്ള ഒരു രാജ്യമായിരുന്നു പണ്ട്. വെറും 5 എയർപോർട്ട്. ഇന്ന് നോക്കൂ, 149 എയർപോർട്ടായി. ഇനിയും എയർപോർട്ടുകൾ വരാൻ പോവാണ്. ഫ്ലൈറ്റ്സ് തന്നെ നമ്മളിപ്പോൾ 1000 എയർക്രാഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവാണ് ഇന്ത്യയിൽ. അപ്പോൾ ഫ്ലൈറ്റ്സ് ഇപ്പോൾ 30 ഫ്ലൈറ്റ്സ് ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ പോലും 100 ഫ്ലൈറ്റ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്, വിദേശികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കൃത്യമായ രീതിയിൽ ഞാൻ എക്സാമ്പിളായിട്ടാണ് തിരുവനന്തപുരം പറഞ്ഞത്. അങ്ങനെ എത്ര നഗരങ്ങളുണ്ടാവാം, എത്ര ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടാവാം. ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു മാറ്റം, ടൂറിസം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇവിടെ നിന്ന് കളിയാക്കിയെങ്കിലും
അതിൻ്റെയൊക്കെ ഒരു അലയൊലി ഭയങ്കരമായിട്ട് ഈ ടൂറിസത്തിലും അത് നമ്മുടെ ഈ പ്രധാനമന്ത്രിയെ കളിയാക്കി എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധത്തിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു പൊസിഷൻ അത് ഒരാൾക്കും ഇപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞവർക്കൊക്കെ ഇപ്പം വിഷമം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ടൂറിസത്തിന്റെ കാര്യം വരികയാണെങ്കിൽ ഭാരത സർക്കാർ ഇപ്പൊ നോക്കുന്നത് ആഭ്യന്തര ടൂറിസം കൂടെ വികസിപ്പിക്കാനാണ്. അതിന്റെ ഭാഗമായിട്ട് ഉഡാൻ മറ്റേ പദ്ധതികൾ, ഫ്ലൈറ്റിന്റെ ആഭ്യന്തര സർവീസുകൾക്കുള്ള ചാർജ് കുറയ്ക്കുന്നു, ഫ്യൂവലിന്റെ ടാക്സിന്റെ നിരക്ക് കുറയ്ക്കുന്നു. ഇങ്ങനെ ആഭ്യന്തര വിമാന സർവീസും ആഭ്യന്തര ടൂറിസവും വികസിപ്പിക്കുന്നതിന്റെ വലിയൊരു എക്സാമ്പിളാണ് ഇപ്പൊ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബഡ്ജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2019 ഒരുപാട് പ്രതീക്ഷകളൊക്കെ, ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ടാക്സിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇത്രയും വർഷം നടത്തിയ കാര്യങ്ങളും ഭരണ നേട്ടങ്ങളും പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു. ഇതിൽ പറയാനുള്ളത് ഇനി 5 വർഷം കൊണ്ട്, ഇനി വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് 2 ലക്ഷം 2 കോടി വീടുകൾ വച്ചു കൊടുക്കും എന്നുള്ളതാണ്. 3 കോടിയിലേക്ക് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണം പൂർത്തിയാവുന്നു എന്നുള്ളതും പറഞ്ഞു. എന്ന് വെച്ചാൽ വികസന നേട്ടങ്ങളാണ് അവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. 2019 2024 തമ്മിലുള്ള ബഡ്ജറ്റ് കമ്പയർ ചെയ്യുമ്പോൾ BJPക്ക് ആത്മവിശ്വാസം കൂടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2019 ആദ്യം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ, സെമി ഫൈനൽ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ അവിടെ ഒരു ചെറിയ രീതിയിൽ BJPയുടെ കയ്യിൽ നിന്ന് രാജസ്ഥാനൊക്കെ നഷ്ടപ്പെടുകയും, അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ ബഡ്ജറ്റിൽ അത് ഒന്ന് കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് ഉണ്ടായില്ല. അതിൻ്റെ കാര്യം BJPക്ക് എന്തായാലും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഒരു ഇടക്കാല ബഡ്ജറ്റായിട്ട് ഇത് പോട്ടെ, ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നു, ഇതുവരെ ഞങ്ങൾ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് വളരെ സ്വതന്ത്രമായ രീതിയിൽ പാർലമെൻറ്റിൽ ഇരുന്ന് പ്രസംഗിക്കുക, അത് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ള ഒരു വലിയ തന്ത്രം തന്നെയാണ് BJP ഈ ഇടക്കാല ബഡ്ജറ്റിലൂടെ പയറ്റിയതെന്ന് തന്നെ പറയാം അല്ലേ? അതെ അതെ, കാരണം പ്രത്യേകിച്ച് ഒരു വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സർക്കാരിന്റെ ചെലവുകളിലോട്ടുള്ള ഫണ്ട് അനുവദിക്കൽ മാത്രമേ ഈ പ്രാവശ്യം നമുക്ക് അതിനകത്ത് നോക്കിയാൽ കാണുന്നുള്ളൂ എന്തെങ്കിലും ഫണ്ടിൻ്റെ. അത് വേറെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലുണ്ടായ എല്ലാ തരത്തിലും ഉണ്ടായ മാറ്റങ്ങളെ പറ്റി പുള്ളിക്കാരി പറഞ്ഞു. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ, അതായത് നികുതി പരിഷ്കരണത്തിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ടായ അതിഭയങ്കരമായ ഒരു വ്യത്യാസം. GST വരുമാനം കൊണ്ട് സംസ്ഥാനങ്ങൾക്കുണ്ടായ ഒരു നേട്ടം. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 0.76 നിന്ന് നടന്ന ഇപ്രാവശ്യം 1.28 ലെവലിലോട്ടാണ് സംസ്ഥാനങ്ങൾക്ക് നേട്ടം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങൾക്കുണ്ടായ നേട്ടം, GST കൊണ്ടുണ്ടായ നേട്ടങ്ങൾ, ഇവിടെ വ്യവസായികൾക്ക് GST കൊണ്ടുണ്ടായ ഗുണങ്ങൾ, പിന്നെ ഈ നമ്മുടെ എന്താ പറയുക IT അടക്കം ടാക്സിലും ഒക്കെ ഉണ്ടായ വ്യത്യാസം കൊണ്ട് തന്നെ ആൾക്കാർക്ക് ക്ലിയറൻസ് ടൈമും വല്ലാതെ കുറഞ്ഞു. അങ്ങനത്തെ നമ്മൾ ഈ സർക്കാരിനുണ്ടായ നേട്ടങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കാൻ ഈ ബഡ്ജറ്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 2047 ഇന്ത്യ വികസിത രാജ്യമാകും എന്നാണ് അതിനുശേഷമുള്ള പ്രധാനമന്ത്രി പറഞ്ഞത്. യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറയുന്നതും ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നതും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പിന്നെ ഒരുപാട് നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി നടത്തിയതാണ്. ലെസ് ഗവൺമെന്റ് മോർ ഗവേൺസ് എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് അല്ല. കാരണം ഈ എല്ലാം ഗവൺമെന്റ് കൈ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പ്രൈവറ്റ് മേഖലകളിലോട്ട് ഇത് കൊടുക്കുക, അല്ലാതെ ഈ ഗവൺമെന്റ് ജോലി എത്ര കൊടുത്തു എന്നുള്ളതാണ് ഒരു നാടിന്റെ വികസനം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടൊക്കെ വളരെ മുമ്പുണ്ടായിരുന്നു. ഒരുപാട് മാറി. അതെ, അത് ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ഇവിടുത്തെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ 28,000 പേർക്ക് ജോലി കൊടുത്തു എന്നുള്ള വലിയൊരു ന്യൂസ് ആയത്. ആ കാഴ്ചപ്പാടൊക്കെ ഇപ്പം ഒരുപാട് മാറി. ഇപ്പം ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് ജോലി കൊടുപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉദ്ദേശം. അതിനാണ് മുദ്ര യോജന. അത് തന്നെ 30 കോടി മുദ്ര ലോൺ കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കാണ്. നാരീശക്തിയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ എങ്ങനെയായാലും ജനങ്ങളുടെ അടുത്ത് പൈസ എത്തിക്കുക എന്നുള്ളത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പൊ സർക്കാർ. അല്ലാതെ സർക്കാരിന്റെ ശമ്പളം മാത്രമാണ്, സർക്കാരിന്റെ ജോലി മാത്രമാണ് ജോലി എന്നുള്ളതും തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടമൊക്കെ മാറി. ഇപ്പം ഇവിടുത്തെ എല്ലാവർക്കും വികസനം എത്തുന്നുണ്ട്. അതെ, ഒരു കാര്യം നമ്മൾ പറയാതെ പോകുന്നത് കാർഷിക മേഖലയിലും ഉണ്ടായ ഒരു ഉണർവ്. അതെ, ഇപ്പൊ നാണ്യ വിളവിലെല്ലാം അതേപോലെ ആ മേഖലയിലൊക്കെ വന്ന ഒരു മാറ്റം എല്ലാം ഈ ബഡ്ജറ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതെ, 4 കോടി കൃഷിക്കാർക്ക് അതിന്റെ പ്രയോജനം. നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് പണ്ട് തൊട്ട്. നമ്മൾ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം
വില കുറയുന്നത്, കൂടുന്നത് എന്ന് പറഞ്ഞ രണ്ട് സാധനം നമ്മൾ നോക്കിയിട്ട് അതിനെക്കുറിച്ചൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നതും. അത് നോക്കിയിട്ട് ഇതിന് ചെരുപ്പിന് വില കൂടുന്നു, മൊബൈലിന് കൂടും, സൂചിക്ക് കുറയും എന്നൊക്കെ കേൾക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെ, പണ്ട് അതൊരു അങ്ങനെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. സാധനം മേടിക്കുന്നതിന് പോലും ടി വിക്കാരുടെ പരസ്യം പോലും അങ്ങനെയായിരുന്നു. ബഡ്ജറ്റ് ഓഫറുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. അതെ, അപ്പൊ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറി. കാരണം ഇപ്പൊ GST കൗൺസിൽ കൂടുമ്പോൾ ആലോചിച്ചാൽ മതി എപ്പോഴാണ് വില ടാക്സ് കൂടുകയില്ലോ എന്നുള്ളത്. നിർമ്മലമായ സമ്പൂർണ്ണ ബഡ്ജറ്റായിരുന്നു ഇന്ന് പാർലമെന്റിൽ കണ്ടത്. അതിൽ അടുത്ത ഇലക്ഷനുള്ള എല്ലാ ആവേശവും ധനമന്ത്രിയുടെ കയ്യിലും പ്രധാനമന്ത്രിയുടെ കയ്യിലും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അവരുടെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാകുന്നത് അത് തന്നെയാണ്. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.